കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു കാലഘട്ടം മുഴുവനും തകർച്ച നേരിട്ടൊരു മനുഷ്യനാണ് ഇയ്യോബ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാവുന്ന എല്ലാ തകർച്ചകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് തകർന്നുപോയി, അദ്ദേഹത്തിൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, ജീവിതം മുഴുവനും തകർന്ന് അടിഞ്ഞ് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കത്തില്ല എന്ന് ലോകം മുഴുവനും ഇയ്യോബിനെ നോക്കി വിധി എഴുതിയ സമയത്ത് പോയി മരിച്ചു കളയൂ എന്ന് സ്വന്തം ഭാര്യ പോലും ഇയ്യോബിനെ നോക്കി പറഞ്ഞ സമയത്ത് എല്ലാം തകർന്നു എങ്കിലും ഇയ്യോബിൻ്റെ പ്രത്യാശ മാത്രം തകർന്നു പോയില്ല. പ്രിയ സഹോദരങ്ങളെ, ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തകർച്ചകൾ നേരിട്ടേക്കാം. നമ്മൾ എന്നും നമ്മുടെ കൂടെ നിലനിൽക്കും എന്ന് ചിന്തിക്കുന്നത് പലതും തകർന്നു പോയേക്കാം. പക്ഷേ നിങ്ങളുടെ പ്രത്യാശ തകർന്നു പോകുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങൾ കർത്താവിൽ തന്നെ ആശ്രയിച്ച്, കർത്താവിൽ തന്നെ പ്രതീക്ഷ വെച്ച് ഉറച്ചു നിൽക്കുക. കർത്താവ് നിങ്ങളെ ഏത് തകർച്ചകളിൽ നിന്നും പണിത് പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാണ്. യോബിന്റെ ജീവിതത്തിലെല്ലാം തകർന്ന സമയത്ത് യോബ് കർത്താവിനെ മാത്രം മുറുകെ പിടിച്ചു നിന്നു. പക്ഷേ എല്ലാം തകർന്ന സ്ഥലത്തു നിന്നും വീണ്ടും ദൈവം ഇയ്യോബിനെ പണിയുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒത്തിരി തകർന്ന അവസ്ഥയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നേ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എവിടെയൊക്കെ നിങ്ങൾ തകർന്നു പോയാലും, എത്രത്തോളം തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ദൈവം നിങ്ങളെ പണിതുയർത്തുന്ന ഒരു സമയമുണ്ട്. ഇയ്യോബ് എവിടെ നിന്നാണോ തകർന്നത് അതിനേക്കാളും ശ്രേഷ്ഠമായി ഇയ്യോബിനെ പണിതുയർത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളെ പണിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, തകർച്ച ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എല്ലാം തീർന്നു എന്നല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പണി ആരംഭിക്കുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ സന്നിധി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങളെ പണിതുയർത്തുവാൻ ദൈവശക്തനാണ്. ആർക്കും തകർക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം നിങ്ങളെ പണിയുക തന്നെ ചെയ്യും. ദൈവത്തിൽ വിശ്വസിക്കുക. ഗോഡ് ബ്ലസ് യു.